AI ക്യാമറ വഴി കണ്ടെത്തിയ ഗതാഗത നിയമ ലംഘനങ്ങളിൽ ഇന്നു മുതൽ നോട്ടീസ് അയക്കും. 14 ദിവസത്തിനുള്ളിലാണ് പിഴയടക്കേണ്ടത്. 15 ദിവസത്തിനുള്ളിൽ അപ്പീൽ നൽകാനും സൗകര്യമുണ്ട്. ക്യാമറ വന്ന ശേഷം നിയമലംഘനങ്ങൾ കുറഞ്ഞുവെന്നാണ് ഗതാഗത വകുപ്പിന്റെ വിലയിരുത്തൽ. ആദ്യ ദിനം വൈകിട്ട് 5 മണിവരെ കണ്ടെത്തിയത് 28,891 നിയമലംഘനങ്ങളാണ്. ഏറ്റവും കൂടുതൽ നിയമലംഘനങ്ങൾ കണ്ടെത്തിയത് കൊല്ലം ജില്ലയിൽ 4,778 എണ്ണം. കുറവ് മലപ്പുറത്ത് 545 കേസുകളാണ് മലപ്പുറത്ത് റിപ്പോർട്ട് ചെയ്തത്. തിരുവനന്തപുരത്ത് 4,362, പത്തനംതിട്ടയിൽ 1,177, ആലപ്പുഴയിൽ 1,288, കോട്ടയത്ത് 2,194, ഇടുക്കിയിൽ 1,483, എറണാകുളത്ത് 1,889, തൃശൂരിൽ 3,995, പാലക്കാട് 1,007, കോഴിക്കോട് 1,550, വയനാട്ടിൽ 1,146, കണ്ണൂരിൽ 2,437, കാസർകോട് 1,040 കേസുകളും റിപ്പോർട്ട് ചെയ്തു. കണ്ടെത്തിയ നിയമലംഘനങ്ങളിൽ ഇന്ന് നോട്ടീസ് അയക്കും. 14 ദിവസത്തിനുള്ളിലാണ് പിഴയടക്കേണ്ടത്. എന്നാൽ 90 ദിവസം വരെ കാത്തിരുന്ന ശേഷമേ കോടതിയെ സമീപിക്കൂ. 15 ദിവസത്തിനുള്ളിൽ അപ്പീൽ നൽകാനും സൗകര്യമുണ്ട്. AI ക്യാമറ വഴിയുള്ള പിഴച്ചലാനുകളെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ അപ്പീൽ നൽകാനും സൗകര്യമുണ്ട്. ഇതിനായി അതാത് ജില്ലാ RTO എൻഫോഴ്സ്മെന്റ് ഓഫീസുമായാണ് ബന്ധപ്പെടേണ്ടത്. AI ക്യാമറ പ്രവർത്തനം തുടങ്ങിയ ആദ്യ ദിവസം ഗതാഗത നിയമലംഘനങ്ങളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞത് നല്ല സൂചനയാണെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.